പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ പലരുടെയും ഒരു സംശയമാണ്, കറണ്ട് രാത്രി ഉപയോഗം കൂടിയാൽ ബില്ല് കൂടുമോ എന്ന്. അതിൻ്റെ ഒരു സത്യാവസ്ഥയെക്കുറിച്ചാണ് പറയാനുള്ളത്. മന്ത്ലി 250 യൂണിറ്റ്, 2 മാസത്തേക്ക് 500 യൂണിറ്റ്. 500 യൂണിറ്റിൽ കൂടുതൽ ഉപയോഗം വരുന്ന വീടുകളിൽ മാത്രമേ TOD ബില്ലിംഗ് വന്നിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ടൈം ഓഫ് ദ ഡേ മീറ്ററിംഗ്. TOD റീഡിംഗ് എന്ന് വെച്ചാൽ ഒരു ദിവസം കണക്കാക്കുമ്പോൾ 3 തിരിക്കാം. സോൺ 1, സോൺ 2, സോൺ 3. മീറ്ററിൽ ഇതിനെ T1, T2, T3 എന്ന് കാണും. സോൺ 1 എന്ന് പറയുമ്പോൾ ഓഫ് പീക്ക് ഹവേഴ്സ്, അതായത് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ. ഈ സമയങ്ങളിൽ കറണ്ടിൻ്റെ ഉപയോഗം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഓഫ് പീക്ക് ഹവേഴ്സ് എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ സമയങ്ങളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി നിരക്ക് 10% കുറവായിരിക്കും. ഇനി സോൺ 2 എന്താണെന്ന് വെച്ചാൽ പീക്ക് ഹവേഴ്സ്, വൈകിട്ട് 6 മുതൽ രാത്രി 10 വരെ ഉപയോഗിക്കുന്ന വൈദ്യുത നിരക്ക് 25% കൂടുതലാണ്. ഇനി സോൺ 3 രാത്രി 10 മുതൽ രാവിലെ 6 വരെ. ഇതിന് സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് വരുന്നത്. ഇങ്ങനെ TOD ബില്ലിംഗ് എടുക്കുന്ന വീടുകളിലെ കറണ്ട് ബില്ലിൽ 3 റീഡിങ്ങുകൾ ഉണ്ടാകും: ECN, ECP, ECO. അതായത് ECNനെ നോർമൽ ഹവേഴ്സ് ഇലക്ട്രിസിറ്റി ചാർജ് എന്നും, ECPയെ പീക്ക് ഹവേഴ്സ് ഇലക്ട്രിസിറ്റി ചാർജ് എന്നും, ECOയെ ഓഫ് പീക്ക് ഇലക്ട്രിസിറ്റി ചാർജ് എന്നും പറയും. 3 റീഡിങ്ങുമുള്ള ബില്ലായിരിക്കും കൺസ്യൂമേഴ്സിന് ലഭിക്കുന്നത്. TOD ബില്ലിംഗ് ഇല്ലാത്ത വീടുകളിലെ ക്യുമുലേറ്റീവ് KWH എന്ന ഒറ്റ റീഡിംഗ് അനുസരിച്ചായിരിക്കും നമുക്ക് വൈദ്യുത ബില്ല് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കേട്ടുവരുന്ന രാത്രി ഉപയോഗത്തിന് കറണ്ട് ബിൽ കൂടുമെന്ന കാര്യങ്ങളൊന്നും ഇതുവരെ എല്ലാ കൺസ്യൂമേഴ്സിനും ബാധകമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ നിരക്കിനെ കുറിച്ച് നമ്മൾ അറിയുന്ന പല വാർത്തകളും വ്യാജമാണ്. ഇനിയും ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി തിരിച്ചു വരാം. ബൈ.